الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. ألم تر إلى الملأ من بني إسرائيل من بعد موسى إذ قالوا لنبي لهم ابعث لنا ملكا نقاتل في سبيل الله قال هل عسيتم إن كتب عليكم القتال ألا تقاتلوا قالوا وما لنا ألا نقاتل في سبيل الله وقد أخرجنا من ديارنا وأبنائنا فلما كتب عليهم القتال تولوا إلا قليلا منهم والله عليم بالظالمين. وقال لهم نبيهم إن الله قد بعث لكم طالوت ملكا قالوا أنى يكون له الملك علينا ونحن أحق بالملك منه ولم يؤت سعة من المال قال إن الله اصطفاه عليكم وزاده بسطة في العلم والجسم والله يؤتي ملكه من يشاء والله واسع عليم. وقال لهم نبيهم إن آية ملكه أن يأتيكم التابوت فيه سكينة من ربكم وبقية مما ترك آل موسى وآل هارون تحمله الملائكة إن في ذلك لآية لكم إن كنتم مؤمنين. അപ്പോൾ നമ്മള് കഴിഞ്ഞ ആഴ്ച 245 നിർത്തിയത്. 245 അള്ളാഹുവിന് വിശിഷ്ടമായ കടം നൽകാൻ ആരുണ്ട് എന്നതായിരുന്നല്ലോ ചോദ്യം. അപ്പോ ഇനി നമ്മള് അതിന്റെ അടുത്ത സംഗതിയിലേക്ക് പോവാണ്. അപ്പൊ അങ്ങനെ ചോദിക്കാനുണ്ടായിരുന്ന ഒരു പശ്ചാത്തലം എന്താണ് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില ആൾക്കാർക്കൊക്കെ അത് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുക. ഒരു ശുഭപ്രതീക്ഷയാണല്ലോ എപ്പോഴും നമുക്ക് വേണ്ടത്. അതെ, 3 കൊടുവാളുള്ള ആളൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അലം തറ, ആദ്യം നമ്മൾ അർത്ഥം പറയാം. സാധാരണ പോലെ തന്നെ ആദ്യം അർത്ഥം പറയാം. അലം തറ നമുക്ക് നല്ല പരിചയമുള്ളതാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, അതൊക്കെ നമുക്കറിയാം. അപ്പോൾ അലം തറ, നീ അറിഞ്ഞുവോ, ഇലൽ മല, പ്രമാണിമാരെ പറ്റി. മല എന്ന് പറഞ്ഞാൽ പ്രമാണിമാർ എന്നാണ്. അൽ മല എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ മല എന്ന് പറഞ്ഞാല് പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഒക്കെ അറിയുന്ന എന്നതാണ്. അലിഫ് ലാം ചേർന്നാൽ അങ്ങനെയാണ്. കാർ, ദ കാർ എന്ന് പറയുന്ന വ്യത്യാസം. കാർ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു കാർ, ഏത് കാറും ആവാം. ദ കാർ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് ഒരു കാറിനെ കുറിച്ച് പറയാം. ഇതുപോലെയാണ്.
അപ്പോൾ അൽ മല എന്ന് പറഞ്ഞാൽ പ്രത്യേകമായി ഒരു സമൂഹം. അപ്പൊ ആ പ്രമാണിമാണ്. മിൻ ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളിൽ പെട്ട. മിൻ ബഅദി മൂസ, മൂസ അലൈഹിസ്സലാമിന് ശേഷം ഉള്ള. ഇത് ഖാലു, അവർ പറഞ്ഞ സന്ദർഭം, ലി നബിയിൽ ലഹും, അവർക്കുള്ള പ്രവാചകനോട്, നബിയോട്, ഇബ്അസ് ലനാ, നീ ഞങ്ങൾക്ക് നിയോഗിച്ചു തരിക, മലിക്കൻ, ഒരു രാജാവിനെ, നുഖാത്തിൽ, ഞങ്ങൾ യുദ്ധം ചെയ്യാം, ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ. ഖാല, അദ്ദേഹം ചോദിച്ചു, ഹൽ അസൈതും, നിങ്ങൾ ആയേക്കുമോ, ഇൻ കുത്തിബ അലൈക്കും, നിങ്ങൾക്ക് നിർബന്ധമാക്കിയാൽ, കുത്തിബ നിർബന്ധമാക്കി, നിയമമാക്കി, എഴുതപ്പെട്ടു. ഈ എഴുതപ്പെട്ടു എന്ന് പറയുന്നത് നിയമാവുമ്പോ എഴുതപ്പെട്ടതാണ് എന്ന അർത്ഥത്തിൽ. കുത്തിബ അലൈക്കും സിയാം എന്ന് പറഞ്ഞല്ലോ, നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇൻ കുത്തിബ അലൈക്കും, എന്ന് പറഞ്ഞാൽ ആൽ എന്ന അർത്ഥത്തിലാണ്. നിങ്ങൾക്ക് നിർബന്ധമാക്കിയാൽ എന്ത്? അൽ ഖിതാൽ, യുദ്ധം. നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കിയാൽ നിങ്ങൾ ആയേക്കുമോ, അല്ലാ നുഖാതിലൂ, നിങ്ങൾ യുദ്ധം ചെയ്യാത്തവർ. ഖാലൂ, അവര് പറഞ്ഞു, വമാലന, ഞങ്ങൾക്ക് എന്താണ്, അല്ലാ നുഖാതില, യുദ്ധം ചെയ്യാതിരിക്കാൻ, ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ, വഖദ് ഉഖ്രിജ്ന, ഞങ്ങൾ പുറത്താക്കപ്പെട്ടിരിക്കുന്നു, മിൻ ദിയാരിന, ഞങ്ങളുടെ വീടുകളിൽ നിന്ന്, വ അബ്നാഇന, ഞങ്ങളുടെ സന്തതികളിൽ നിന്ന്. ഫലമ്മാ കുത്തിബ അലൈഹിം, അങ്ങനെ അവർക്ക് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ, അൽ ഖിതാൽ, യുദ്ധം, തവല്ലൗ, അവർ പിന്തിരിഞ്ഞു. ഇല്ലാ ഖലീലം മിൻഹും, ഇല്ലാ ഒഴികെ, ഖലീൽ കുറച്ച്, മിൻഹും അവരിൽ നിന്ന് കുറച്ചു പേരൊഴികെ ബാക്കിയുള്ളവർക്ക് പിന്തിരിഞ്ഞു. വല്ലാഹു അലീമും ബിൽസാലിമീൻ, അള്ളാഹു അക്രമികളെ പറ്റി നന്നായി അറിയുന്നവനാണ് എന്നർത്ഥം. അള്ളാഹു അക്രമികളെ കുറിച്ച് നന്നായി അറിയുന്നവനാണ്. അപ്പൊ ഈ കാര്യങ്ങളുടെ ഒരു പശ്ചാത്തലം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ വിശ്വാസികൾ അവരെന്തിനു പോയതാണ്? നല്ല ഭൗതിക വിഭവങ്ങൾ കിട്ടാനും സമ്പത്തുണ്ടാക്കാനൊന്നും അല്ല. മക്കയെ ഇഷ്ടമില്ലാഞ്ഞിട്ട് പോയതും അല്ല. അവർ പോയത് സത്യസന്ദേശ പ്രചാരണത്തിന്. മക്കയിൽ എല്ലാ സാധ്യതകളും നിഷേധിക്കപ്പെട്ടപ്പോൾ പോയതാണ്. അപ്പൊ പുതിയ ഒരു ഭൂമി തേടി പോയതാണ്. പോകുന്നവർ പോണ വഴിക്ക് പോകട്ടെ എന്ന് മക്കാ മുശ്രിക്കുകൾ വിചാരിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അവര് പോകുന്നത് പോണ വഴിക്ക് പോകാനല്ല, തിരിച്ചു വരാനാണ് എന്ന് മക്കാർക്ക് നന്നായി അറിയാമായിരുന്നു. അപ്പൊ നമ്മൾ ഈ ലോങ് ജമ്പൊക്കെ ചാടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടൊരു ഓട്ടോ ഓടൂലേ, എന്നിട്ട് ഇങ്ങോട്ട് തന്നെ വരും അല്ലേ? ഈ വിമാനമൊക്കെ പൊന്തണതിന് മുന്നേ ആദ്യം എന്ത് ചെയ്യും? അതെങ്ങനെ അങ്ങോട്ട് പോകും. നമ്മൾ വിചാരിക്കും അങ്ങോട്ടാണ് ഇത് പോണതെന്ന്. എന്നിട്ട് അവിടെ പോയി തിരിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ വരും. ഇങ്ങോട്ട് വരാനാണ് അങ്ങോട്ട് പോണത്.
അപ്പൊ ഇങ്ങോട്ട് സ്പീഡിൽ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മുന്നോട്ട് കുതിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നോട്ട് വെക്കലാണ്. അങ്ങനെയാണ്. അപ്പൊ ഇത് മക്കക്കാർക്ക് അറിയാവുന്നത് കൊണ്ടാണ് അവര് ഹിജ്റ തടയാൻ ശ്രമിച്ചത്. അല്ലെങ്കിൽ ഇവരങ്ങ് പോയിക്കോട്ടെ, ബാക്കി നമുക്ക് എടുക്കാന്ന് വിചാരിക്കൂലേ. അങ്ങനെ അവർ വിചാരിച്ചിട്ടില്ല. അപ്പോൾ മദീനയിൽ അവരെത്തി. അവരാരെയും ശല്യം ചെയ്യാനൊന്നും പോയിട്ടില്ല. അവരവിടെ ഒരു പുതിയ ജീവിതക്രമം ഉണ്ടാക്കി, അള്ളാഹിന്റെ കൽപ്പന പ്രകാരം ഒരു പുതിയ സൊസൈറ്റിയെ രൂപപ്പെടുത്തി അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ മക്കക്കാർക്ക് അത് പോരാ. അവരെ മദീനയിൽ ചെന്ന് നശിപ്പിക്കണം എന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പൊ ഏതാണ്ട് ഒരു യുദ്ധം ഇങ്ങനെ മൂടിക്കെട്ടി വരുന്നുണ്ട്. നമ്മൾ പറയില്ലേ, മഴ ഇങ്ങനെ ഉരുണ്ടുകൂടി വരുന്നുണ്ട് പറയില്ലേ. അതിന്റെ ഒരു കാർമേഘമൊക്കെ കണ്ടിട്ടാണല്ലോ പറയാം. ഇതുപോലെ ഒരു യുദ്ധം അവരുടെ മേലിങ്ങനെ നിഴല് വിരിച്ചിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് അല്ലാഹു തആല പഴയ കാര്യങ്ങളൊക്കെ പറയുന്നു. പഴയ കാര്യം എന്ന് പറഞ്ഞാൽ ബനൂ ഇസ്രായേലികളുടെ, ഇസ്രായേൽ സമൂഹത്തിന്റെ കഥ പറയുന്നത്. എന്തിനാണ്? ഇവരില് ശരിയായ നിലപാട് രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ സംഭവം എന്താണ്? നീ അറിഞ്ഞില്ലേ? നിനക്കറിയില്ലേ? അറിയില്ലേ എന്ന് ചോദിച്ചാല് ഞങ്ങൾ പറഞ്ഞിരുന്നുള്ള ആൾക്കല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇലൽ മല, പ്രമാണിമാരെ കുറിച്ച്. എന്ത് പ്രമാണിമാരാണ്? മിൻ ബനി ഇസ്രായേൽ മിൻ ബഅദി മൂസ, മൂസ അലൈഹിസ്സലാമുക്ക് ശേഷം. അപ്പൊ നിങ്ങൾ ആ പഴയ കഥ മനസ്സിലേക്ക് വരണം. ഇത് പറയുമ്പോ എന്ത് കഥ? യൂസുഫ് നബിനെ സഹോദരന്മാരെ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞത് മുതൽ തുടങ്ങണം. അവിടെ തുടങ്ങണം. അങ്ങനെ പൊട്ടക്കിണറ്റിൽ നിന്ന് കച്ചവടക്കാർ എടുത്തുകൊണ്ടുപോയി അടിമച്ചന്തയിൽ വിറ്റു, കൊട്ടാരത്തിലെത്തി, അല്ലേ? അതൊക്കെ അങ്ങനെ പിന്നീട് ജയിലിലായി, സ്വപ്നവ്യാഖ്യാനം പറഞ്ഞു, വിമോചിപ്പിക്കപ്പെട്ടു, പിന്നെ അവിടുത്തെ അധികാരിയായി. അദ്ദേഹം പിന്നെ ഭക്ഷ്യപ്രതിസന്ധി ഇല്ലാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തു. അത് അടിസ്ഥാനത്തിൽ അവിടെ ഭക്ഷ്യപ്രതിസന്ധി ഇല്ലാതെ ക്ഷാമം നേരിടാൻ അവർക്ക് സാധിച്ചു. അപ്പൊ എല്ലാ നാട്ടിലും ഭക്ഷണം കിട്ടാത്ത അവസ്ഥ ഉണ്ടായി. മിസ്റിൽ മാത്രം ഭക്ഷണം ഉണ്ടായി. അപ്പോൾ ഭക്ഷണം വാങ്ങാൻ വേണ്ടി ആര് വന്നു? യാക്കൂബ് നബീന്റെ മക്കള് വന്നു. അപ്പൊ വന്നപ്പോ യൂസുഫ് നബി, അല്ലെ, ബിന്യാമിനെ അവിടെ പിടിച്ചു വെച്ചു. ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അഹ്സനുൽ ഖസസ്, ഏറ്റവും നല്ല കഥയാണ്, ഏറ്റവും നല്ല ചരിത്രമാണ് യൂസുഫ്, സൂറ യൂസുഫ്. അങ്ങനെ പിന്നീട് യാക്കൂബ് നബിയെയും കുടുംബത്തെയും ഒക്കെ ഈജിപ്തിലേക്ക് കൊണ്ടുവന്ന് ഈജിപ്തിൽ താമസമാക്കി. അങ്ങനെയാണ് ഇസ്രായേൽ സമൂഹം ഈജിപ്തിൽ എത്തിയത്. പക്ഷെ അവിടെ കിബിത്തികള് വല്ലാതെ ഉപദ്രവിച്ചു, പ്രയാസപ്പെടുത്തി. അങ്ങനെ കൂട്ടക്കുരുതി നടത്തി, വംശശുദ്ധീകരണം എന്ന പേരിൽ അവര് അങ്ങനെ ഉള്ള, അല്ലെ, ആൺകുട്ടികളൊക്കെ കൊന്നുകളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ മൂസ അലൈഹി ഇസ്ലാം വിമോചകനായി വന്നു. ഹാറൂൻ നബി കൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഫിർഔനിൽ നിന്ന് ആ സമൂഹത്തെ രക്ഷപ്പെടുത്തി ചെങ്കടൽ കടന്ന് അക്കരെ എത്തി. നിങ്ങൾ അക്കരെ എത്തിയോ? അക്കരെ എത്തണം, എന്നാലേ ഇത് തിരിയുള്ളൂ. അങ്ങനെയുള്ളത് സീനായ് മരുഭൂമിയിലാണ്. ഇതൊക്കെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാ, ഇനിയും പറയാം, അടുത്ത ആഴ്ചയും പറയാം. സീനാ മരുഭൂമിയിൽ എത്തിയിട്ട് അവര് ഫലസ്തീനിലേക്ക് പോകാൻ വേണ്ടി നിന്നപ്പോ അവര് പറഞ്ഞു, നീ നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു. 40 കൊല്ലം ആ കാരണത്താൽ അവർ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു, നാടോടികളായിട്ട്. അപ്പൊ അവരുടെ കയ്യില് സാങ്കേതിക വിദ്യകളൊന്നുമില്ല. മരുഭൂമിയിൽ ഇങ്ങനെ ടെന്റ് കെട്ടി കൂടുകയാണ്. അവർക്ക് അവിടെ അള്ളാഹു ഒരുപാട് പിന്നെയും ചെയ്തു കൊടുത്തിട്ടുണ്ട്. മന്നയും സൽവയൊക്കെ കൊടുത്തു, അതും പോരാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തരം നന്ദിയില്ലാത്ത മാപ്പിള സമുദായമായിട്ട് അവരിങ്ങനെ ജീവിച്ചു. പക്ഷെ അവരുടെ കൂട്ടത്തിലും പ്രമാണിമാരൊക്കെ ഉണ്ടാവുമല്ലോ, പ്രമാണിമാരൊക്കെ ഉണ്ടാവും. ആ പ്രമാണിമാര് മൂസ അലൈഹി ഇസ്ലാമൊക്കെ വഫാത്തായി.
ഹാറൂൻ അലൈഹി ഇസ്ലാം വഫാത്തായി. ഇങ്ങനെ കുറെ കാലം കഴിഞ്ഞതിന്റെ ശേഷം, അതാണ് മിമ്പാദി മൂസ, അതിനൊക്കെ ശേഷം അവര് അങ്ങനെ ജീവിച്ചു. അപ്പൊ അന്ന് മൂസാ നബിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് പറഞ്ഞിരുന്നു, ശംവേൽ, സാമുവേൽ എന്ന് ബിബ്ലിക്കലായിട്ട് പറയും. അദ്ദേഹം അന്ന് ഒരു 10-20 വയസ്സുള്ള ഒരാളാണ്. അദ്ദേഹം 40 കൊല്ലം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താവും? യുവാവും. 60 വയസ്സാവൂലേ? എന്ന് പറഞ്ഞാൽ പ്രായം ഉള്ള ആളാവും, പ്രായാധിക്യമുള്ള ആളാവും. അതെല്ലാരും അങ്ങനെ തന്നെയാണ്. ഒരു കാലത്ത് ചെറുപ്പമായിരിക്കും, പിന്നെ എങ്ങനെ വയസ്സാവും. അവനാന് മാത്രം അറിയില്ല എന്നുള്ളൂ വയസ്സാകുന്നത്, വേറെ എല്ലാവർക്കും മനസ്സിലാവും വയസ്സായത്, അല്ലേ? നമ്മളെ മനസ്സിൽ ചെറുപ്പമായിരിക്കും, പക്ഷെ അത് മറ്റുള്ളവർ സമ്മതിച്ചു തരൂല. ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും പ്രായമായിട്ടുണ്ട്. അങ്ങനെ ശംവേൽ എന്ന് പറയുന്ന അദ്ദേഹം, അള്ളാഹു അദ്ദേഹത്തെ നബിയായിട്ട് തെരഞ്ഞെടുത്ത്, അങ്ങനെ അവരുടെ കൂട്ടത്തില് അവിടെ അന്ന് ഉണ്ടായിരുന്ന എല്ലാ വ്യതിചലനങ്ങളിൽ നിന്നും ആ സമൂഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി വല്ലാണ്ട് പണിയെടുക്കുകയാണ് ആര്? ഈ ശംവേൽ. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പേര് ഇതിൽ പറഞ്ഞിട്ടില്ല, ഖുറാനിൽ പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് ആളില്ല എന്നില്ല. ആളെ പേരാണോ നബി എന്നാണോ പറയാന്ന് വെച്ചാൽ നബി എന്ന് പറയലാണ് കൂടുതൽ മികവുള്ളത്. യാ മുഹമ്മദ് എന്ന് ഖുറാനിൽ കാണൂലല്ലോ, യാ റസൂല എന്നൊക്കെ അല്ലേ വിളിക്കുക, യാ അയ്യുഹൻ നബി എന്നൊക്കെയാണ്. അപ്പൊ അതിന് തന്നെയാണ് ശ്രേഷ്ഠത ഉള്ളത്. അപ്പൊ ഇവിടെ പറയുന്നത് ലി നബി ലഹും എന്നാണ്. ലി നബിയിൽ ലഹും എന്ന് പറയുമ്പോ അവരിലെ നബി എന്ന് പറഞ്ഞാൽ, അല്ലാതെ ഒരു ശംവേൽ എന്ന് പറഞ്ഞിരുന്നെങ്കില് അവരുടെ കൂട്ടത്തിൽ ഒരാള് എന്നേ ആവുള്ളൂ. അപ്പൊ ഇവിടെ ലി നബിയിൽ ലഹും, നബിനോട്, അവർക്കുള്ള നബിനോട് അവര് പറഞ്ഞു, ഇബ്അസ് ലനാ മലിക്ക, നബിയെ നിങ്ങള് അള്ളഹാനോട് പറയും ഞങ്ങൾക്കൊരു രാജാവിനെ ആക്കിത്തരാൻ പറയും. മനസ്സിലായോ? പിന്നെ ആരോടാ? കാരണം നബി എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ആളല്ലേ. അപ്പൊ അള്ളാഹ് ആക്കിത്തരാനാണ് പറയുന്നത്. എന്താണ്? ഞങ്ങൾക്ക് നീ ഒരു രാജാവിനെ നിയോഗിച്ചു തരിക. നീ നിയോഗിച്ചു തരാന്നാല് നബി നിയോഗിച്ചു കൊടുക്കുവോ? ഇല്ല, അള്ളാഹു ആണ് നിയോഗിച്ചു കൊടുക്കുക നബിയിലൂടെ. അപ്പോൾ എന്താ കാര്യം? എന്തിനു വേണ്ടിയിട്ടാണ്? നുഖാത്തിൽ ഫീ സബീലില്ലാഹ്, ഞങ്ങൾക്ക് അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യണം. ആരോടാ യുദ്ധം ചെയ്യേണ്ടത്? ആര്? ഞാനതാ പറഞ്ഞ, നിങ്ങൾ വരണം, എന്നാലേ എത്തുള്ളൂ. നിങ്ങൾ ഈ സന്ദർഭം നിങ്ങളെ മനസ്സിലുണ്ടെങ്കിലേ ഇത് മനസ്സിലാവുള്ളൂ. ഇസ്രായേലികള് ആരോട് യുദ്ധം ചെയ്യാനാ? പോയോ? മൊത്തം പോയോ? മൈക്ക് മാത്രല്ല, എല്ലാം പോയോ? ഇല്ലാന്ന്. ഇവരിപ്പോ എവിടെ ഉള്ളത്? പർവ്വതത്തിലോ? മരുഭൂമി? യെസ്. അപ്പോ ഫിറഔൻ എവിടെ ഉള്ളത്? ഫിറൗനൊക്കെ കടലിൽ പോയില്ലേ? ഫിറൗനൊക്കെ ചെങ്കടലിൽ മുങ്ങി മരിച്ചില്ലേ? കാലത്രയായി? അതൊക്കെ കഴിഞ്ഞ് 40 കൊല്ലം കഴിഞ്ഞുള്ള വർത്താനല്ലേ പറയുന്നത്. മൂസാ നബിയൊക്കെ വഫാത്തായില്ലേ? പിന്നെ ഇപ്പൊ ഇവര് 40 കൊല്ലം അവിടെ അലഞ്ഞു നടന്ന്, അപ്പോഴാണല്ലോ ഇദ്ദേഹം നബി ആയത്. നബിയായിട്ട് ഇവരെ നയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആ നബിനോടാണ് ഇവര് പറയുന്നത്, ഞങ്ങൾക്കൊരു രാജാവിനെ വേണോ, അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യണം. ആരോട് യുദ്ധം ചെയ്യണമെന്ന്? ആരോട് യുദ്ധം ചെയ്യാനാ? പറഞ്ഞു നോക്കി നിങ്ങള്. കിബിത്തികളൊക്കെ ഈജിപ്തിലല്ലേ? കിബിത്തികൾ ഈജിപ്തിലാണ്. ഇവര് ആരോട് യുദ്ധം ചെയ്യാനാ അവര് പറയണത്?
ആ അവിടെ ഫിലിസ്തീർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതിൽ നിന്നാണ് പിന്നെ ഫലസ്തീൻ ഉണ്ടാകുന്നത്. ഫിലിസ്തീർ എന്ന് പറയുന്ന, അമാലിക്കകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. നല്ല കരുത്തരായ ആൾക്കാരാണ് അമാലിക്കകൾ എന്ന് പറയുന്നത്. നല്ല സ്ട്രോങ് ആണ്. ചില ജനവിഭാഗം അങ്ങനെ ഉണ്ട്, അവരുടെ ജനുസ് തന്നെ എന്തായിരിക്കും, നല്ല സ്ട്രോങ് ആയിരിക്കും. ഇപ്പൊ നമ്മളെ നാട്ടില് ഉദാഹരണം പറഞ്ഞു നോക്കിയാല്, നമ്മളിപ്പോ ഗൾഫിലൊക്കെ പോയ ആൾക്കാർക്ക് നീഗ്രോ ആളുകളൊക്കെ അറിയാം അല്ലെ, നല്ല കാണുമ്പോ തന്നെ ചിലർക്ക് പേടിയാവും, ചിലർക്ക് പൂതിയാവും, അതേമാതിരി ആയാൽ മതിയെന്നൊക്കെയുള്ള. അപ്പോ നമ്മളെ നാട്ടിൽ പറയുകയാണെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ വേണമെങ്കിൽ ഈ കൊടക് ഉള്ള ആളുകളുണ്ട്, കൂർഗ്സ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവരെ? കൊടകന്മാരെ കണ്ടിട്ടുണ്ടോ? അടുത്ത ടൂർ അങ്ങോട്ടാക്ക്. അതായത് കർണാടക സ്റ്റേറ്റിലുള്ള ഒരു സ്ഥലമാണെങ്കിലും ധാരാളം മലയാളികള് കച്ചവടക്കാരൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ് കൂർഗ്. കാപ്പി, ഇഞ്ചി, അങ്ങനെ പല സാധനങ്ങളും. ബുദ്ധന്മാരുടെ ഇതൊക്കെ ഉണ്ട് അവിടെ. ബുദ്ധ സന്യാസിമാരുടെ ആശ്രമം, മഠങ്ങളൊക്കെ ഉണ്ട്. ഈ കൊടകന്മാരെ കുറിച്ച് പറയുന്നത് അവര് പേർഷ്യയിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. അവര് നല്ല ഉശിരന്മാരാണ്. നമ്മൾ ഒമാനിൽ പോയ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഒമാനികൾക്ക് ഒരു കഞ്ചർ, ഒരു സാധനമുണ്ട്, ഒരു വളഞ്ഞൊരു കത്തി. അത് അവരുടെ ട്രഡീഷണൽ സാധനമാണ്. ഇതുപോലെ ഇതിന് സമാനമായ ഒരു കത്തിയൊക്കെ ഉണ്ട് ഇവരുടെ കയ്യിൽ. ഒരു പരമ്പരാഗത, ഇവരുടെ കുടകന്മാരുടെ ഒരു പരമ്പരാഗത വസ്ത്രത്തിൽ അതൊക്കെ ഉണ്ട്. അവരുടെ ഒരു രീതി തന്നെ വേറെയാണ്. അവര് ശരിക്ക് പല കാര്യത്തിലും, വിവാഹത്തിലും മറ്റു സംഗതി, അവർ സാരി ഉടുക്കുക വരെ എങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെ ഞൊറി എടുത്തിട്ട് ഇങ്ങോട്ട് ഇടുന്നതിന് പകരം തിരിച്ച് അങ്ങനെയുള്ള ഒരു രീതിയാണ്. അവരുടെ വിവാഹവും അവരുടെ ബാക്കി കാര്യങ്ങളിലൊക്കെ ആ വ്യത്യാസം കാണാം. പക്ഷെ താരതമ്യേന നമ്മളെ നാട്ടിലുള്ള ആളുകളെ അപേക്ഷിച്ച് അവര് ശക്തന്മാരാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവും ചില വിഭാഗക്കാർ നല്ല സ്ട്രോങ് ആയിരിക്കും. ഇങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ആളുടെ കൈയൊക്കെ കുത്തിപ്പോയാലാണ് അജ്ജിനൊക്കെ പോയി വന്നിട്ട് നമ്മളെ ആൾക്കാർ പറയല് അല്ലേ, നമ്മക്കാവതില്ലാത്ത പോലെ എന്താക്കാനാണ്. അപ്പൊ ഇതുപോലെ അമാലിക്കുകൾ എന്ന് പറയുന്നത് നല്ല ശക്തന്മാരായ ആൾക്കാര്. ആ ശക്തന്മാരായ ആളുകളാന്ന് പറഞ്ഞിട്ടാണ് 40 കൊല്ലം മുമ്പ് വരെ എന്ത് ചെയ്യാഞ്ഞത്, പോവാതിരുന്നത്. പക്ഷേ അവര് ഇടക്കിടക്ക് ഇവരെ ഒന്നിങ്ങനെ തോണ്ടും. തോണ്ടുക പറഞ്ഞാല് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സമൂഹം അലഞ്ഞു നടക്കുകയാണ്, നാടോടികൾ. അവരെ കയ്യിലൊന്നുമില്ല, സാങ്കേതികമായ കാര്യങ്ങളൊന്നും ഇല്ല, അവർക്ക് വേറെ സംഗതിയൊന്നുമില്ല. അപ്പൊ അവരെ ഇടക്കിടക്ക് പോയിട്ട് ഇവര് ഉപദ്രവിക്കും, ബുദ്ധിമുട്ടാക്കും. മനസ്സിലായോ? പിന്നെ മാത്രമല്ല, ഇസ്രായേൽ സമൂഹം സ്വയം തന്നെയും ദുർബലരാണ്. സ്വഭാവത്തിലും സംസ്കാരത്തിലും ഒക്കെ തന്നെ അവരും ദുർബലരാണ്. ആ ദൗർബല്യത്തെ ഒക്കെ മുതലെടുത്തിട്ട് ഇവരെന്ത് ചെയ്യും, ബുദ്ധിമുട്ടാക്കും. അപ്പൊ ഇനി അവരെ എങ്ങനെങ്കിലും ഒന്ന് കീഴ്പ്പെടുത്താതെ ഒരു രക്ഷയില്ല എന്ന സാഹചര്യമാണ്. അപ്പോഴാണ് അവര് പറഞ്ഞത്, ഞങ്ങൾക്ക് ഒരു രാജാവിനെ ആക്കിക്കൊണ്ട. എന്തിനാണ്? ഇവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. പടച്ചോന്റെ മാർഗത്തിൽ ഞങ്ങൾക്കൊന്ന് യുദ്ധം ചെയ്യണം. ആരോട്? അമാലിക്കുകളോട് യുദ്ധം ചെയ്യണം. അപ്പൊ നബി അവരുടെ കൂടെ ഉണ്ട്. അപ്പൊ അവർക്ക് അവരുടെ ഒരു സങ്കല്പത്തിൽ ഒരു രാജാവൊക്കെ ആയിട്ട് ഇങ്ങനെ പോയാലാണ് എന്ത് ചെയ്യാ, യുദ്ധം ചെയ്യാൻ കഴിയാന്നുള്ളൽക്കാണ്. പക്ഷേ ശംവേലിന് നല്ല ഓർമ്മ ഉണ്ടല്ലോ മുമ്പ് പറഞ്ഞതൊക്കെ. മുമ്പ് ഉള്ള ചിലരൊക്കെ അന്നും ജീവിച്ചിരിപ്പുണ്ടല്ലോ, പുതിയ തലമുറ വന്നെങ്കിലും. അപ്പൊ അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത്. എന്താണ്? ഹൽ അസൈതും ഇൻ കുത്തിബ അലൈക്കുമുൽ ഖിതാൽ അല്ലാ തുഖാതിലു. ഇനി നിങ്ങൾക്ക് യുദ്ധം അങ്ങ് അനുവദിച്ചാൽ നിങ്ങൾ യുദ്ധം ചെയ്യാത്തവരാകുമോ? മനസ്സിലാകുന്നുണ്ടോ?
നീ നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ എന്ന് പറഞ്ഞ ആൾക്കാരാണല്ലോ. ആ ഈ പറയുന്ന പലരുടെയും വാപ്പാര് അങ്ങനെ പറഞ്ഞവരാണ്, അല്ലെ വെല്ലിപ്പാര് അങ്ങനെ പറഞ്ഞവരാണ്. 40 കൊല്ലത്തെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇനി നിങ്ങളും അങ്ങനെ പറയുമോ എന്ന ചോദ്യം ന്യായമായും ചോദിച്ചു. അപ്പൊ അവര് പറയാ വമാലന, ഞങ്ങൾക്ക് എന്തായിപ്പോയി, അല്ലേ? എന്തായിപ്പോയി യുദ്ധം ചെയ്യാണ്ടിരിക്കാൻ? അള്ളാന്റെ മാർഗത്തിൽ ഞങ്ങൾ അങ്ങനെ യുദ്ധം ചെയ്യാണ്ടിരിക്കേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വഖദുഖ്രിജ്നാ, ഞങ്ങൾ പുറത്താക്കപ്പെട്ടവരാണല്ലോ. ഞങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. മിൻ ദിയാരിനാ, ഞങ്ങളുടെ വീടുകളിൽ നിന്ന്. വഅബ്നാഇനാ, ഞങ്ങളുടെ മക്കളൊക്കെ അവര് കൊന്നു, അല്ലേ? ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഞങ്ങൾ യുദ്ധം ചെയ്യാണ്ടിരിക്കേ? അതൊന്നും ഉണ്ടാവൂല എന്നാണ് അവനപ്പോൾ പറഞ്ഞത്. എന്നാൽ ഫലമ്മാ കുത്തിബ അലൈഹിമുൽ ഖിതാൽ, അപ്പോൾ അവർക്ക് യുദ്ധം നിർബന്ധമാക്കി. അപ്പോഴോ തവല്ലൗ, അവർ പിന്തിരിഞ്ഞു. ഇല്ലാ ഖലീലം മിൻഹും, അവരിൽ വളരെ കുറച്ച് ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും പിന്തിരിഞ്ഞു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഞങ്ങള് കിട്ടിയാൽ ശരിയാക്കും, റെഡിയാക്കും എന്നൊക്കെ പറഞ്ഞ ആൾക്കാര് അനുവാദം ലഭിച്ചപ്പോൾ എന്ത് ചെയ്തു? പിന്തിരിഞ്ഞു കളഞ്ഞു. ഇതൊക്കെ നിങ്ങൾക്ക് പാടാണ്. ഇതാ മക്കാരിപ്പോ നാളെ മറ്റന്നാളും കൂടി വരും. അപ്പൊ മദീനയിലുള്ളവര് എന്ത് പറയണം, എന്ത് നിലപാടെടുക്കണം എന്ന് പഠിപ്പിക്കുകയാണ്, അല്ലാണ്ട് വെറുതെ കഥ പറയല്ല. അപ്പൊ ഞങ്ങൾക്ക് യുദ്ധത്തിന് അനുവാദം കിട്ടിയാൽ ഞങ്ങൾ ഉഷാറാക്കും എന്ന് പറഞ്ഞിട്ട് ഒടുവിൽ യുദ്ധത്തിന് അനുവാദം കിട്ടുമ്പോ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇവരെ പോലെ ആകാൻ പാടില്ല. നമ്മളെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും അത്. ചിലപ്പോ നമ്മളങ്ങ് ഉഷാറാക്കും, അതിങ്ങോട്ട് കിട്ടാതെ ഉഷാറാക്കും എന്ന് പറഞ്ഞിട്ട് കിട്ടി നോക്കുമ്പോ എന്താണ്? ഒന്നും ചെയ്യാതിരിക്കുന്ന, പിന്മാറിക്കളയുന്ന സാഹചര്യം. എനിക്ക് ഒരു കച്ചവടം ഉണ്ട്, അതങ്ങോട്ട് നടന്ന് കിട്ടിയാൽ പിന്നെ നിങ്ങളെ പള്ളിന്റെ പണിയൊന്നും ഒരു പ്രശ്നേ അല്ല. മനസ്സിലായല്ലേ? അതങ്ങോട്ട് നടന്ന് കിട്ടണം. നിങ്ങൾ അതിന് തോരക്കി. അത് നടന്നു കിട്ടിയാലോ എന്തെന്തെല്ലാം പ്രശ്നങ്ങളാ നിങ്ങൾ വിചാരിച്ച്. ഇത് അന്നേരം വിചാരിച്ചമായിരുന്നല്ല, ഒരുപാട് സംഗതികളായിപ്പോയി. പിന്നെ അങ്ങനെ ഉണ്ടാവും, പലതും ഉണ്ടാവും. ഈ സൂക്കേടൊന്ന് മാറിക്കിട്ടിയാൽ പിന്നെ ഞാനെന്താവും? പിന്നെ നിങ്ങൾ എപ്പം പള്ളിയിൽ നോക്കിയാൽ മതിയാവും. മനസ്സിലായോ? കാരണം പിന്നെ എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പൊ എനിക്ക് ആവത് കുറഞ്ഞതുകൊണ്ട് ഇങ്ങനെ നമ്മളുടെ എന്തെങ്കിലും ഒരു തടസ്സത്തെ നമ്മൾ അങ്ങനെ പറയും. അതിങ്ങോട്ട് കിട്ടിയാൽ, മറ്റേതും കൂടി ശരിയായാൽ, പിന്നെ മോക്കൊരു പിയാപ്പിളിനെ കിട്ടിയാൽ പിന്നെ ഞാൻ എല്ലാത്തിലും റെഡിയാണ്. മോക്ക് പിയാപ്പിളിനെ കിട്ടി വെക്കാലാണ് പിന്നെ അയാൾ എന്താണെന്ന് അറിയാം. ഇതൊരു മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്. പക്ഷെ അതിൽ ഇല്ലാ ഖലീലം മിൻഹും, ആ കുറച്ചുപേരൊഴികെ എന്ന് പറഞ്ഞതിൽ നമ്മൾ പെടണം. അങ്ങനെയാണ്. വല്ലാഹു അലീമും ബിസ്സാലിമീൻ, അള്ളാഹു അക്രമികളെ കുറിച്ച് നന്നായി അറിയുന്നവനാണ്. വഖാല ലഹും, അപ്പോൾ അവരോട് പറഞ്ഞു, നബിയുഹും, അവരുടെ നബി പറഞ്ഞു, ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, ഖദ് ബഅസ, നിശ്ചയമായും അള്ളാഹു നിയോഗിച്ചിരിക്കുന്നു, ലക്കും, നിങ്ങൾക്ക്, താലൂത്തിനെ മലിക്ക, രാജാവായിട്ട്. ഖാലൂ, അപ്പോൾ അവർ ചോദിച്ചു, അന്നാ, എങ്ങനെയാണ്, യകൂനു ലഹു, അവനുണ്ടാവുക, അൽ മുൽക്ക്, രാജത്വം, അലൈന, ഞങ്ങളുടെ മേൽ, വനഹ്നു അഹഖു ബിൽ മുൽക്ക്, രാജത്വത്തിന് ഏറ്റവും അർഹരായ ഒരു ഞങ്ങളല്ലേ, ഞങ്ങളുടെ മേലെ എങ്ങനെയാണ് ഇപ്പൊ താലൂത്തിന് ഒരു രാജ്യത്വം ഉണ്ടാവുക? അതിന്റെ കാരണം എന്താണ്? വലം യുഅ്ത സഅതൻ മിനൽ മാൽ, അവന് സമ്പത്തിൽ വിശാലത ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവൻ വലിയ പൈസക്കാരനൊന്നല്ലല്ലോ. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, ഇസ്തഫാഹു, അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു, അലൈക്കും, നിങ്ങളുടെ മേൽ,
വസാദഹു അദ്ദേഹത്തിന് വർദ്ധിപ്പിച്ചു കൊടുത്തു ബസ്തതൻ ഫിൽ ഇൽമി വൽ ജിസ്മ അറിവും ശരീരശക്തിയും വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. വല്ലാഹു യുഅ്തി മുൽക്കഹു മൻ യശാ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് ആധിപത്യം നൽകുക. വല്ലാഹു വാസിഉൻ അലീം അള്ളാഹു വിശാലതയുള്ളവനും സർവജ്ഞനും ആകുന്നു. അപ്പൊ ഇവര് പറഞ്ഞു ഞങ്ങൾക്കൊരു രാജാവിനെ കൊണ്ടാ ഞങ്ങൾ യുദ്ധം ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോ അള്ളാഹു താല അവർക്ക് ഒരു രാജാവിനെ കൊടുത്തു. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, നബിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല രാജാവിന് ചോദിച്ചത്. കാരണം എന്താന്ന് ചോദിച്ചാൽ അവരൊരു ഖലീഫനെ പോലും അല്ല ചോദിച്ചത്, അവർ രാജാവിനെയാണ് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ഒരു മനസ്സങ്ങനെയായിരുന്നു. പക്ഷേ എന്നാലും അള്ളാഹു അവർക്ക് രാജാവിനെ കൊടുത്തു. അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാളെ കൊടുത്തു. പക്ഷേ അവരുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാലും ഉണ്ടൊരു പ്രശ്നം. അതെന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ അവരുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാല് ആരുടെ കൂട്ടത്തില് ആദ്യങ്ങൾ ഇന്റെ കൂട്ടത്തിൽ ഉണ്ടാവണം, എന്നാലാണ് ഇപ്പൊ അത് മനസ്സിലാവുള്ളൂ. ഇസ്രയേലരുടെ കൂട്ടത്തിൽ. ഇസ്രയേലർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇസ്രയേൽ, ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആരാണ്? യാക്കൂബ് നബിയുടെ മക്കളാണ്. യാക്കൂബ് നബിക്ക് എത്ര മക്കളാണ്? 12 ആള്. ഈ 12 മക്കൾ എന്താ ശരിച്ച എന്താ പ്രശ്നം? 12 മക്കളാണ്. 11 നക്ഷത്രങ്ങൾ സുജൂദ് ചെയ്യുന്നു എന്ന് കണ്ടു. ആര് കണ്ടു? യൂസുഫ് നബി കണ്ടു. ആരെയാണ് സുജൂദ് ചെയ്യുന്നത്? യൂസുഫ് നബിനെ. അപ്പോ യൂസുഫ് നബിനെ 11 നക്ഷത്രങ്ങൾ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ യൂസുഫ് നബി ഉൾപ്പെടെ എത്ര മക്കളാണ്? 12 മക്കളാണ്. അങ്ങനെയാണ്. ഈ 12-ൽ ഒന്ന് യൂസുഫ് നബിയും ഒന്ന് ബിന്യാമീനും പിന്നെ 10. ഇങ്ങനെയാണ്. ആ 12 മക്കളില് മൂത്ത മോനാണ് യഹൂദ്. മൂത്ത മോൻ ആരാണ്? അദ്ദേഹത്തിന്റെ കബീലയാണ് പ്രബലമായത്, കുറച്ച് സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് അവരുടെ മതം ആ പേരിൽ അറിയപ്പെടുന്നത്, യഹൂദികൾ എന്നറിയപ്പെടുന്നു. അപ്പോ യാക്കൂബ് നബിന്റെ മക്കളാണ് 12 പേരുമെങ്കിലും അവർക്കിടയിൽ തന്നെ എന്തുണ്ട്? മുന്തിയോലും താന്നോലും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. അതിൽ യഹൂദ് എന്ന് പറയുന്ന പ്രബലമായ കബീലയുടെ ഭാഗമാണ് ഈ പ്രമാണിമാര്, ഈ മലകുകള്. അതേ സമയത്ത് താലൂത്ത് എന്ന് പറയുന്നത് ബിന്യാമീന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവർക്കിടയിലെ തന്നെ വംശീയത വളരെ അപകടകരമാണ്. ആ വംശീയത അവർക്കിടയിൽ തന്നെ ഉണ്ടായിരിക്കെ അവര് പിന്നെ പുറത്തുള്ളവരോടുള്ള വംശീയത പറയേണ്ടേ ഉണ്ടാവില്ലല്ലോ. ബെന്യാമീന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് താലൂത്ത്. താലൂത്തിന് പൈസ ഒന്നുമില്ല. അതുകൊണ്ടാണ് ചോദിച്ചത് രാജാവൊക്കെ ഞങ്ങൾക്ക് വേണോ, എന്നിട്ട് ഇവരെ ഇപ്പൊ നമുക്ക് രാജാവാക്കിയത് എന്ന് ചോദിക്കുന്നു. എന്താ? എന്നിട്ട് അവർ തുറന്നു ചോദിച്ചു, പൈസ അല്ലല്ലോ ഓനെടുത്ത്. ഓനെടുത്ത് എന്തില്ല? മണിയില്ല. അപ്പോൾ നബി അവരോട് പറയാൻ, അവരുടെ കൂട്ടത്തിലുള്ള നബി അവരോട് പറയാണ്, അള്ളാഹു എന്താക്കിയിട്ടുണ്ട്? മുസ്തഫാഹു, അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. മുസ്തഫ, മുഹമ്മദ് മുസ്തഫ അല്ലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, തെരഞ്ഞെടുക്കപ്പെട്ടവൻ. അപ്പൊ അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുണ്ട്, ഇദ്ദേഹത്തെയാണ് തെരഞ്ഞെടുത്തത് നിങ്ങൾക്ക് വേണ്ടി. അങ്ങനെ തെരഞ്ഞെടുത്തിട്ട് അള്ളാഹു അദ്ദേഹത്തിന് 2 കാര്യങ്ങൾ അധികരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് വിജ്ഞാനവും മറ്റൊന്ന് കായികക്ഷമതയുമാണ്. ഈ കായികക്ഷമത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ പറയുന്നു. മൂസാ നബിനെ കുറിച്ച് പറയുന്ന എന്താണ്? അൽ ഖവിയുൽ അമീൻ. പെൺകുട്ടികൾ പോയിട്ട് വാപ്പാനോട് പറയുന്നുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്തു? ശക്തനായ വിശ്വസ്തനായ ഒരാൾ. അപ്പൊ വിശ്വസ്തനുമാണ് ശക്തനുമാണ്. എന്ത് ശക്തിയാണ്? കായിക ശക്തിയാണ്. അപ്പൊ ഈ കായിക ശക്തി എന്ന് പറയുമ്പോ അതുകൊണ്ടാണല്ലോ ഒരാളെ ബോധപൂർവം അല്ലെങ്കിലും ഒറ്റയടി അടിച്ചിട്ടുള്ളൂ. മറ്റാള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല കരുത്തുള്ള ആളായിരുന്നു. മദീനയിൽ ഒരിക്കല് ഒരു ഗുസ്തിക്കാരൻ, ഒരു ഫയൽവാൻ പണ്ട് അങ്ങനെയൊക്കെ ഭയങ്കര മത്സരം ഉണ്ടാവും അല്ലെ? അങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ ആരുണ്ട്, ഒരാളെല്ലാവരെയും മലത്തി അടിച്ച് ഇനി ആരുണ്ട് എന്ന് വെച്ചിട്ട് ഇങ്ങനെ നടത്തി. ആൾക്കൂട്ടുണ്ട്. നബി ആളിങ്ങനെ പോയി വെക്കി, എന്താ കഥ? അപ്പൊ അയാളിങ്ങനെ ഉഷാറിൽ ഇനി ആരുണ്ട് എന്നെ എന്ന് വെച്ചു. അപ്പൊ നബിനെ കണ്ടപ്പോ മൂപ്പർക്ക് ഒരു മൂപ്പ്. എന്നിട്ട് പറഞ്ഞ്, ഇനി എന്നെ തോൽപ്പിച്ചാല് ഞാൻ എന്റെ ദീനും സ്വീകരിക്കാം, ഇത്ര ഒട്ടകത്തിനെയും തരാം, ഒട്ടകം ആടോ എന്തായാലും തരാന്ന്. അപ്പോ നബി എന്ത് ചെയ്ത്? എന്നാ നോക്കാന്ന്. മനസ്സിലായോ? അച്ഛണ്ടാവില്ലേക്കും റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് വിട്ടാറിക്കും. നമ്മൾക്ക് ഒരു അത്ഭുതം തോന്നുന്നത്, നമ്മക്ക് റസൂൽ എന്ന് പറയുമ്പോ നമ്മൾ കാണാൻ ഒരു സാധു മൗലവിയാണ്. പരമാവധി കുറഞ്ഞ പൈസക്ക് കിട്ടുന്ന ഒരു മൗലവി. അപ്പൊ ആ മൗലവി ഇങ്ങനെ മൂത്ത് അങ്ങനെയുള്ള ഒരു സംഗതിയാണ് എന്തിൽ തോന്നുക? തോന്നുക. അതുകൊണ്ട് നമുക്ക് ഒരു അത്ഭുതം തോന്നുന്നു. അതേ സമയത്ത് റസൂൽ അങ്ങനല്ല, നോക്കാറുണ്ട്. അങ്ങനെ പിടിച്ച് മറിച്ചാടിട്ടു. അപ്പൊ ഇവര് എണ്ണല്ലോ, 1, 2, 3. മറ്റവൻ അങ്ങനെയൊക്കെ എണീച്ച് വന്നിട്ട് മൂപ്പരുടെ ജീവിതം തന്നെ പോയി പോവാണ്. കാരണം മൂപ്പർ അതിന്റെ മുകളിൽ പിടിച്ചു നിൽക്കണത് മദീനത്ത്. രണ്ടാമതും ഇടിച്ചു, മൂന്നാമതും മലർത്തി അടിച്ചു. അയാൾ എണ്ണീറ്റ് എന്നിട്ട് പറഞ്ഞ്, ആടിനെ ഞാൻ തരാം, ദീനിൽ കൂടാൻ പറയരുത്. റസൂൽ പറഞ്ഞു, ദീനില് എനിക്ക് മനസ്സിലാവുമ്പോ കൂടിയാ മതി, ആടിനെനിക്ക് വേണ്ടത് പറയുന്നത്. സ്വീകരിച്ചില്ല. അപ്പൊ ശക്തി ആർക്കുണ്ട്? എന്തെങ്കിലും X7 X8 എന്തിനെങ്കിലും പോയിട്ട് കുറച്ച് കൊതുണ്ടാക്കി എടുത്താല് നല്ലതാണ്. എനിക്കും ഇങ്ങൾക്കൊക്കെ അതിന്റെ പിന്നിൽ ആരായാലും വേണ്ടില്ല, മുന്നിൽ നിന്നിട്ട് എന്ത് ചെയ്യാ, കുറച്ചൊരു തടിയും കൊതും ഉണ്ടാക്കിയാൽ അത് സുന്നത്തായ കാര്യമാണ്. ആരോഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് സുന്നത്താ. അപ്പോ പിന്നെ ഈ 2 കാര്യങ്ങൾ അള്ളാഹു നൽകി. ആർക്ക് നൽകി? താലൂത്തിന്. ഈ ആരോഗ്യം, ശാരീരിക ക്ഷമത എന്നതുപോലെ തന്നെ അധികാരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് നോളജ് ഈസ് പവർ, അല്ലെ? ഇപ്പൊ എന്തിനാണ് എല്ലാരും അമേരിക്കന്റെ അടുത്ത് പോണത്? ഇപ്പൊ ഇന്നലെ നമ്മളുടെ കാർണൂർ പോയിട്ട് കുറെ വിമാനമൊക്കെ കച്ചവടാക്കി ഇങ്ങോട്ട് പോന്നിട്ട്, അത് ശരിക്കും ഓടാത്തതാണോ അല്ലെ? ഇവിടുന്ന് പോവുക, കച്ചവടാക്കുക, ഇങ്ങനെ വരികയാണ്. നമ്മളുണ്ടല്ലോ ഈ പഴയ സാമാനത്തിന്റെ ആൾക്കാർക്ക് വിറ്റ സൈക്കിള് പോയിട്ട് ചില ആൾ വാങ്ങും. ആക്രിക്കടയിൽ പോയിട്ട് സൈക്കിള് വാങ്ങും. കാരണം നല്ല സൈക്കിള് വാങ്ങാൻ ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ചെയിന് മുറുകിയതും മറ്റതൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് എന്തെങ്കിലും ആക്കിയിട്ട് സെറ്റാക്കി ഉപയോഗിക്കുന്നതാണ് പാവം. ഇതേപോലെ ഇദ്ദേഹം പോയിട്ട് വാങ്ങിക്കൊണ്ടുവരുന്നതൊക്കെ അങ്ങനത്തതാണ്. മാത്രമല്ല, അത് ഓടിക്കണമെങ്കിലും അവിടുന്ന് ആള് വരണം പോലും. അത് തകരാറ് പറ്റാൻ നന്നാക്കണമെങ്കിലും അവിടുന്ന് ആള് വരണം. അങ്ങനെയാണ്. അല്ലാണ്ട് നമുക്ക് ഇനിയൊന്നും ചെയ്യാനൊന്നും കഴിയില്ല. അപ്പൊ ഇതിന് എന്തുകൊണ്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ, നോളജ്, ഇൻഫർമേഷൻ ടെക്നോളജി, അറിവ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അറിവ് അധികാരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ആരുടെ കയ്യിലാണോ നോളജ് ഉള്ളത് അവരുടെ കയ്യിൽ അധികാരം ഉണ്ടാവും. അപ്പൊ അല്ലാഹു തആല താലൂത്തിന് കൊടുത്ത 2 സംഗതിയാണ്. ഒന്ന് ശാരീരിക ക്ഷമത, വിജ്ഞാനം. മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. മാവേലി നാട് ഭരിച്ച ആളാണെന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ വള്ളൊക്കെ കൂടി കണ്ടിട്ട് അങ്ങനെ ഒരു രാജാവായിട്ടൊന്നും മനസ്സിലാവണില്ല. കാരണം അത് വേറെ ആരോ അങ്ങനെ ചിത്രീകരിച്ചതായിരിക്കും.
അതേസമയം നിങ്ങൾ നോക്കൂ, പഴയകാല ഭരണാധികാരികളെ കുറിച്ചൊക്കെ നിങ്ങൾ നോക്കൂ, നല്ല സ്ട്രോങ് ആയിരിക്കും. അപ്പൊ അവര് സ്വയം തന്നെ ശേഷിയുള്ളവരാണ്, സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഈ രണ്ട് കഴിവ് താലൂത്തിന് കൊടുത്തു. പക്ഷെ അവര് പറയണത് പൈസ അല്ലല്ലോ എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പൈസക്കുള്ള ഒരാളെ വേണ്ടി, അല്ലെങ്കിൽ ഈ അമാലിക്കുകളെ തോൽപ്പിക്കാൻ കരുത്തുള്ള, യുദ്ധതന്ത്രമുള്ള, വിജ്ഞാനമുള്ള ഒരാളെ ആണോ നിങ്ങൾക്ക് വേണ്ടത്? അല്ലെങ്കിൽ നിങ്ങളെ കൂട്ടത്തിൽ ഒരു പൈസക്കാരനെ പിടിച്ച രാജാവാക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ പറയുന്നത്? അപ്പൊ ഓല് പറയണത് എന്തിനാന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ? പക്ഷെ അള്ളാഹു തെരഞ്ഞെടുത്ത്, എന്നിട്ട് ഇപ്പൊ അവരുടെ വേറൊരു വംശീയ ബോധം എന്താണ്? അവര് ചോദിക്കുകയാണ്, ബിൽ മുൽക്ക്, ഞങ്ങളല്ലേ ഈ രാജത്വത്തിനുള്ള അവകാശം ഉള്ളത്, ഞങ്ങൾക്കല്ലേ അവകാശം. ഇതെന്താണ് ഞങ്ങളെ മുമ്പില് ഈ ഒന്നല്ലാത്ത ഈ താലൂത്തിനെ പിടിച്ചിട്ട് നിങ്ങൾ രാജാവാക്കിയത് എന്നാണ് ചോദിക്കുന്നത്. വഖാല ലഹും, അവരോട് പറഞ്ഞു, നബിയും, അവരുടെ നബി പറഞ്ഞു, ഇന്ന ആയത്ത മുൽക്കിഹി, ഇനി നിങ്ങൾക്ക് ഇദ്ദേഹം രാജാവാണ് എന്നുള്ളതിന്റെ തെളിവ് തരാം. അദ്ദേഹം ശരിക്കും പറഞ്ഞാല് നബി പറഞ്ഞാൽ തന്നെ മതി, പിന്നെ വേറൊരു തെളിവൊന്നും വേണ്ട. പക്ഷേ ഈ സമുദായത്തിന്റെ കോലങ്ങനെ ആയിപ്പോയല്ലോ, ഓർക്ക് തെളിവൊക്കെ വേണം. അപ്പൊ പറയാണ്, ഇന്ന ആയത്ത മുൽക്കിഹി, ആയത്ത് എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തം എന്നത് സംസ്കൃതമാണ്. അത് പറഞ്ഞാലാണ് നമുക്ക് മനസ്സിലാവുക. കണ്ടറിയുന്നതാണ് ദൃഷ്ടാന്തം, വാർത്തയിലൂടെ അറിയുന്നതാണ് വൃത്താന്തം, അല്ലേ? ഇത് സംസ്കൃതമാണ്. മലയാളത്തിൽ പറഞ്ഞാൽ അടയാളം, കണ്ടു മനസ്സിലാവുന്ന, സിഗ്നൽ എന്നൊക്കെ പറയാം ഇംഗ്ലീഷിൽ, അല്ലേ? സിഗ്നൽ എന്ന് മലയാളമായി പോയി. അപ്പോ അതാണ് ഈ ആയത്ത് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ പ്രതിഭാസങ്ങളും ആയത്തായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. അതേപോലെ ഖുർആനിലെ വാക്യങ്ങൾ കണ്ട് അള്ളാഹുവിന് മനസ്സിലാക്കാൻ പറ്റും, അതുകൊണ്ടാണ് അതിന് ആയത്ത് എന്ന് പറയുന്നത്. നബിവചനങ്ങൾക്ക് പോലും ആയത്ത് എന്ന് പറയൂല. ഖുർആനിലുള്ള വചനങ്ങൾ, വാക്യങ്ങൾ ആയത്തുകളാണ്. പ്രകൃതി പ്രതിഭാസങ്ങൾ, രാവ് പകല്, മഞ്ഞ് വെയില്, കാറ്റ് വെളിച്ചം, ഇതൊക്കെ ആയത്താണ്, അല്ലേ? എന്ന് പറഞ്ഞാൽ കണ്ട് അതിന്റെ പിന്നിലുള്ളതിനെ മനസ്സിലാക്കാൻ പറ്റുന്ന സിഗ്നൽ, അടയാളം എന്ന നിലക്കാണ്. നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നു എന്നത്, അത് ഒരു ആയത്താണ് എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിലുള്ളത് മനസ്സിലാക്കുന്ന ആൾക്ക് അതിലൊക്കെ, കാരണം ചിന്തിക്കുന്നവർക്കാണുള്ളൂ, അല്ലാത്തവർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ല, എന്നിട്ട് മനസ്സിലാവുകയില്ല. അപ്പൊ ആയത്തുതാ നിങ്ങൾക്ക്, ഇദ്ദേഹത്തെ നിങ്ങൾക്കായി രാജാവാക്കിയിരിക്കുന്നു എന്നതിന്റെ ആയത്ത് എന്താണ്? നിങ്ങൾക്ക് വന്നു കിട്ടുക എന്നതാണ്. അത്താബൂത്ത്, അത്താബൂത്ത് എന്ന് പറഞ്ഞാൽ ആ പെട്ടി, താബൂത്ത് തന്നെ പെട്ടി, അത്താബൂത്ത് തന്നെ ആ പെട്ടി, പ്രത്യേകമായ ആ പെട്ടി. അതെന്താണ് ആ പെട്ടി? അങ്ങനെ ഒരു പെട്ടി ഇസ്രായേലരുടെ കയ്യിലുണ്ടായിരുന്നു. അതിന്റെ നീളം, അതിന്റെ ഉയരം, അതിന്റെ വിസ്തീർണം, ഇതിനെ കുറിച്ചൊക്കെ തഫ്സീറിൽ പറയുന്നുണ്ട്. ഇത്ര അടി നീളം, ഇത്ര അടി വീതി എന്നൊക്കെ പറയുന്നുണ്ട്. ആ പെട്ടിന്റെ അകത്ത് ചില സാധനങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് ആ സാധനങ്ങള്? ഒന്ന്, മൂസാ നബിക്ക് തൗറാത്ത് കിട്ടിയല്ലോ, കിതാബ് വാങ്ങാൻ പോയില്ലേ, ഇല്ലേ? കിതാബ് വാങ്ങാൻ പോയപ്പോ ചോദ്യം ചോദിച്ചൊക്കെ ചെയ്തില്ലേ? എന്താ എന്റെ കയ്യിലുള്ളത്? വടിയാണ്. എന്തിനുള്ളതാണ്? ആടിന് പിന്നെ ഇതാണ്, പിന്നെയും ചില ഉപകാരം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒക്കെ നമ്മൾ എടുത്ത ക്ലാസ്സാ. അപ്പോൾ അന്ന് കിട്ടിയിട്ടുള്ള തൗറാത്തിലെ ആദ്യ വചനങ്ങൾ രേഖപ്പെടുത്തിയ കല്ലിന്റെ കഷ്ണം, കല്ലുമല എഴുതി കൊടുത്താണല്ലോ, അതുണ്ടായിരുന്നു. മൂസാ നബിന്റെ വടി ഉണ്ടായിരുന്നു. വടി മുഴുവനോടെയാണോ, ഒടിഞ്ഞിട്ടാണോ, പൊട്ടിയിട്ടാണോ? കാരണം ഈ പെട്ടിന്റെ വലിപ്പം അനുസരിച്ച്. അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് പിന്നെ ഈ മഞ്ഞ സൽവ എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഒരു സാമ്പിള് അതുണ്ടായിരുന്നു. ഇങ്ങനെ ചില സാധനങ്ങളൊക്കെ ഉള്ള
ഒരു ചരിത്ര ശേഷിപ്പായ ഒരു പെട്ടി ഇവരെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ആ പെട്ടി അവർ കുറച്ചു കാലം ഇങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ ഒരു സാധനമായിട്ട് കൊണ്ടുനടന്നെങ്കിലും പിന്നീട് അത് സ്വാഭാവികമായിട്ടും എന്തായി മാറിയെന്ന് ചോദിച്ചാല് അവര് അതിങ്ങനെ മുന്നിൽ വെച്ചിട്ട് ആണ് കാര്യങ്ങൾ കൂടി ആലോചിക്കുക. അതിൻ്റെ അകത്താണ് നമ്മളെന്തോ ഒരു ശക്തി എന്ന ഒരു വിചാരത്തിലേക്ക് വന്നു. അങ്ങനെ പിന്നെ കാര്യങ്ങൾ ഒഴിവാക്കി ഈ കാരണത്തിൽ പിടിച്ചു. യഥാർത്ഥത്തിൽ ഈ സാധനം കയ്യിൽ ഉണ്ടായാൽ ഓൽക്കൊരു ഓർമ്മയൊക്കെ ഉണ്ടാവും, മൂസാ നബീന്നും ബാക്കി കാര്യങ്ങളും അന്നസലവയും കിട്ടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടായാൽ മതിയായിരുന്നു. പക്ഷെ അവര് ഇത് എന്താക്കി ഒരു പ്രധാന സംഗതിയായിട്ട് കണ്ടു. അങ്ങനെ കണ്ടു. ചിലപ്പോ ഉമ്മച്ചി തന്നിട്ടുള്ള പഴയ കലം ഉണ്ടാവും പോലെ അല്ലേ, നമ്മളെ അത് ഉമ്മച്ചി വാങ്ങിയ കാലം അത് എനിക്കാ തന്നത്, അത് എന്നോടൊരു പ്രത്യേക ഒരു മമത ഒരു സംഗതിയൊക്കെ ആയിരിക്കും. അത് വിശേഷപ്പെട്ട ദിവസത്തിൽ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതിൻ്റെ അകത്ത് ചോറ് വേവണമെങ്കിൽ വെള്ളം തിളപ്പിച്ച് അരിയിട്ടാലല്ലേ ആവൂ. അല്ലാണ്ട് ഉമ്മച്ചി എന്ന കലാന്നാൻ അടുപ്പത്ത് വെച്ചാൽ ചോറാവൂ? ഇല്ല. അപ്പൊ ചരിത്ര ശേഷിപ്പുകൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുള്ളതോടൊപ്പം അന്ധവിശ്വാസ അനാചാരങ്ങൾ വർദ്ധിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ എന്തോ സംഭവിക്കും എന്ന് വിചാരിക്കാൻ തുടങ്ങി. ഇതാണ് അപ്പൊ ഹജറുൽ അസ്വദ്. ഹജറുൽ അസ്വദ് എന്ന് പറയുന്നതിന്റെ പേര് തന്നെ കറുത്ത കല്ല് എന്നാണ്. അപ്പൊ അത് എന്തോ എനിക്കൊരു സഹായം ചെയ്യുന്നോ ഒന്നും വിചാരിക്കാൻ പാടില്ല. പക്ഷെ അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, അതിനെ നിന്ദിക്കാൻ പാടില്ല. പക്ഷേ അതെന്തോ ഒരു സഹായം എനിക്ക് ചെയ്യുന്നു വിചാരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു പറഞ്ഞത്, കല്ലേ നീ വെറും ഒരു കല്ലാണ്, എന്റെ റസൂല് നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ റസൂൽ അതിനെ ചുംബിച്ചു എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രാധാന്യമുണ്ട്. പക്ഷെ ആ പ്രാധാന്യം എന്താവരുത്, ആരാധനയോളം എത്തരുത് എന്നതാണ്. അപ്പൊ ഇസ്രായേലികള് ഈ പെട്ടി ആ സ്വഭാവത്തിൽ കൊണ്ടുപോയി. പക്ഷേ ഇവര് ഫിലിസ്തീനുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിൽ ഒരിക്കൽ ഉണ്ടായ മൽപ്പിടുത്തത്തിൽ ഈ പെട്ടി കൊണ്ടാ പോയത്. കാരണം നമ്മൾ എന്നാ ജയിക്കും വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷെ ആ പെട്ടി പോലും ഫിലിസ്തീർ പിടിച്ചെടുത്തു. പോയിക്കോളടാ അവിടുന്ന്. അങ്ങനെ അവിടുത്തെ മുശ്രിക്കുകളായ ഫിലിസ്തീർ ഈ പെട്ടി കൊണ്ടുപോയി. അങ്ങനെ ഈ സമുദായത്തിന് പെട്ടി നഷ്ടപ്പെട്ടു. ആ സമുദായത്തിന് ഒരു പെട്ടിയാ പോയത്, നമ്മളാവുന്ന സമുദായത്തിന് പലതും പോയിച്ചു. അതൊക്കെ ആ സമുദായത്തിന്റെ സ്വഭാവം കാണിക്കുമ്പോഴാണ് ഈ സമുദായത്തിന്റെയും പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് കാണിക്കാനാണ് ആ സമുദായത്തിന്റെ കഥ അള്ളാഹ് ഇതിൽ പറഞ്ഞു തരുന്നത്. അങ്ങനെ ഈ രാജാവാണ് താലൂത്ത് എന്നുള്ളതിന്റെ തെളിവ് ആ പെട്ടി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ആ പെട്ടി ഫീഹി സകീനത്തും മിർ റബ്ബിക്കും, അതിൽ നിങ്ങൾക്ക് ശാന്തിയുണ്ട് എന്ന് പറഞ്ഞാല് ഈ മല്ലന്മാരും കല്ലന്മാരുമായ ആൾക്കാര് ഒരിക്കൽ തട്ടിപ്പറിച്ചെടുത്ത പെട്ടി തിരിച്ചു കിട്ടിയാൽ തന്നെ അവർക്കൊരു സുരക്ഷിത ബോധം ഉണ്ടാവുമല്ലോ. എന്താ കാര്യം? ഞങ്ങളപ്പോ എന്തായി, അത് തിരിച്ചു വാങ്ങാനുള്ള ഒരു കഴിവിലെത്തി. അതാണ് സക്കീനത്ത്. അപ്പൊ നിങ്ങൾക്കതിൽ ശാന്തിയുണ്ട്. അതോടൊപ്പം ബഖിയ്യത്തും മിമ്മാ തറക്, വിട്ടേച്ചു പോയ ശേഷിപ്പുമുണ്ട്. ആലു മൂസാ വ ആലു ഹാറൂൻ, മൂസാന്റെയും ഹാറൂന്റെയും കുടുംബം. ആൽ എന്ന് പറഞ്ഞാൽ ശരിക്ക് കുടുംബം എന്നാണ് നമ്മൾ പറയാ. ആൽ എന്ന് പറഞ്ഞാൽ ശരിക്ക് മലയാളത്തിൽ ആൾ എന്നാണ്. ആലു മൂസാന്ന മൂസന്റെ ആള്, ആലു ഹാറൂൻ എന്ന് പറഞ്ഞാൽ ഹാറൂന്റെ ആള്, ആലു ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിമിന്റെ ആള്. മനസ്സിലായോ? ആലു മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് സാസിമിന്റെ ആള്. അതുകൊണ്ടാണ് ആലു മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുന്ന മുഹമ്മദ് നബിന്റെ എല്ലാ അനുയായികളും ആലു മുഹമ്മദ് ആണെന്ന് പറയുന്നു. ഈ ആല് എന്നത് തന്നെയാണ് ആള് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? അപ്പൊ മൂസയുടെയും ഹാറൂണിന്റെയും കുടുംബം വിട്ടേച്ചു പോയ ബാക്കി ശേഷിപ്പുകളും അതിലുണ്ട്. തഹ്മിലുഹുൽ മലായിക, അത് മലക്കുകൾ വഹിച്ചു കൊണ്ടുവരും. ഇന്ന ഫീ ദാലിക ലആയത്തൻ ലക്കും, അതിൽ നിങ്ങൾക്ക് തെളിവുണ്ട്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ.
അപ്പൊ ഈ ഫിലിസ്തീൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവർ ഈ പെട്ടിയും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. പക്ഷേ അവർക്ക് ചില അനിഷ്ടങ്ങൾ അവരുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവുമ്പോ ഓൽക്ക് ബേജാറാവാൻ തുടങ്ങി. ഇത് നമ്മൾ തട്ടിപ്പറിച്ചോണ്ടാണോ? സ്വാഭാവികമായിട്ടും. കാരണം ഇവര് വേദത്തിന്റെ ആൾക്കാരാണെന്നും അള്ളാന്റെ ആൾക്കാരാണെന്നും ആർക്കറിയാം? ഫിലിസ്തീർക്ക് അറിയാം. അപ്പോൾ അവരിൽ നിന്ന് ഇത് തട്ടിപ്പറിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് എന്തല്ലോ കുറ്റക്കേട് പറ്റിയോ എന്നൊരു വിചാരം അവർക്ക് ശക്തിപ്പെട്ടു. അങ്ങനെ അവര് ആളില്ലാത്ത ഒരു കാളവണ്ടിയില് ഈ താബൂത്ത് കയറ്റി വെച്ച് ഇസ്രയേലിൽ താമസിക്കുന്ന മരുഭൂമിന്റെ ഭാഗത്തേക്ക് അതിനായിട്ട് തെളിച്ചു. ഈ കാളവണ്ടി ആകട്ടെ കാളകൾ മാത്രമേ ഉള്ളൂ, ആളില്ല. പിന്നെ നമ്മളിപ്പോഴത്തെ GPS ഒന്നും ഫിറ്റ് ചെയ്യാനൊന്നുമില്ലല്ലോ. കാള തിരിഞ്ഞ് അങ്ങോട്ട് തന്നെ പോണതിന് പകരം കാളകൾ ആ പെട്ടിയായിട്ട് നേരെ ഇസ്രായേലിലേക്ക് പോയി നിന്നു. അതാണ് അവിടെ പറഞ്ഞത് തഹ്മിലുഹുൽ മലായിക. അപ്പൊ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അള്ളാഹ് കാളവണ്ടിക്ക് ആളാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് അത് തെളിച്ചു വിട്ടപ്പോൾ അത് തിരിഞ്ഞു പറഞ്ഞ് അങ്ങോട്ട് തന്നെ പോകാതെ അത് നേരെ ഇസ്രായേലിന്റെ അടുത്ത് പോയി നിന്നു. ഇതാണ് അതിൽ സംഭവിച്ചത്. ഇതിലൊക്കെ നിങ്ങൾക്ക് വലിയ തെളിവുണ്ട്, നിങ്ങൾ മുഅ്മിനീങ്ങളാവണം, ഇല്ലെങ്കിൽ ഇതിനോടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനി അവിടുന്ന് അങ്ങോട്ട് എങ്ങനെയാണ് താലൂത്ത് പോയത്, അതെങ്ങനെയാണ് അവർക്ക് പരീക്ഷണമായത്? ജാലൂത്ത് എന്ന് പറയുന്ന, ഗോലിയാത്ത് എന്ന് പറയും ബിബ്ലിക്കലായിട്ട്. ജാലൂത്തിനെ പരാജയപ്പെടുത്തിയത് എങ്ങനെയാണ്, ദാവൂദ് ഉദയം ചെയ്തത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കഥയാണ് ഇനി പറയുന്നത്. ഈ പറയുന്നതിന്റെ എല്ലാ അടിസ്ഥാനം എന്താന്ന് ചോദിച്ചാൽ, മക്കാവാസികളായ ആളുകൾ വലിയ സൈന്യവും സന്നാഹവുമായിട്ട് വരും, അപ്പോൾ നിങ്ങളുടെ നിലപാട് എന്തായിരിക്കണം എന്നാണ്. അത് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വളരെ കൃത്യമാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഞങ്ങള് മൂസാ നബിന്റെ ആൾക്കാർ പറഞ്ഞ പോലെ പറയൂല റസൂലേ, നീ നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോളാം പറയില്ല, ഞങ്ങളെ കടലിലേക്ക് നയിച്ചാലും ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ പറയാനുള്ള പ്രചോദനം കിട്ടാൻ തന്നെയാണ് ഈ ചരിത്രം പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തുടർന്നുള്ള ഭാഗങ്ങൾ ഇൻഷാ അള്ളാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് അടുത്ത ആഴ്ചകളിൽ പറയാം. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين الحمد لله رب العالمين.